ശ്രീനാരായണ ഗുരു കേരളത്തിന്റെ ആത്മീയ ഗുരുപരമ്പരയിലെ ഉജ്ജ്വല താരങ്ങളിൽ ഒരാളാണ്. അദ്ദേഹത്തിന്റെ തത്വചിന്തകൾ ലളിതവും എന്നാൽ അഗാധവുമാണ്. നമ്മുടെ ജീവിതത്തെ നവീകരിക്കുന്നതിനുള്ള വിലയേറിയ പാഠങ്ങൾ നൽകുന്നു. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ പ്രസ്താവനകളിൽ ഒന്നാണ് മനസ്സാണ് വിധി. എന്താണ് ഈ വാക്യത്തിന്റെ അർത്ഥം? നമ്മുടെ ചിന്തകളും വിശ്വാസങ്ങളും നമ്മുടെ ജീവിതത്തെ നിർണ്ണയിക്കുന്നു എന്നാണ് ഇതിനർത്ഥം. നമ്മുടെ മനസ്സിന്റെ അവസ്ഥ നമ്മുടെ അനുഭവങ്ങളെ രൂപപ്പെടുത്തുകയും നമ്മുടെ യാഥാർത്ഥ്യത്തെ നിർവചിക്കുകയും ചെയ്യുന്നു. നിഷേധാത്മക ചിന്തകൾ ഭയത്തിനും പരാജയത്തിനും കാരണമാകും. അതേസമയം പോസിറ്റീവ് ചിന്തകൾ ആത്മവിശ്വാസത്തിനും വിജയത്തിനും വഴി തുറക്കും. നമുക്ക് നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കാൻ കഴിയുമെങ്കിൽ നമ്മുടെ വിധിയെ നിയന്ത്രിക്കാൻ കഴിയും എന്നാണ് ശ്രീനാരായണ ഗുരു നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മുടെ മനസ്സ് ഒരു പൂന്തോട്ടം പോലെയാണ്. നാം നടുന്ന വിത്തിൽ നിന്നാണ് പൂക്കൾ വിരിയുന്നത്. നാം നിഷേധാത്മക വിചാരങ്ങൾ നടുകയാണെങ്കിൽ നമുക്ക് നെഗറ്റീവ് അനുഭവങ്ങൾ ലഭിക്കും. എന്നാൽ നാം പോസിറ്റീവ് ചിന്തകൾ നടുകയാണെങ്കിൽ നമുക്ക് സന്തോഷവും വിജയവും ലഭിക്കും. നമ്മുടെ മനസ്സിനെ പരിപാലിക്കുന്നതിനും പോസിറ്റീവായി ചിന്തിക്കാൻ പഠിക്കുന്നതിനും നിരവധി വഴികളുണ്ട്. ധ്യാനം, യോഗ, പ്രാർത്ഥന എന്നിവ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാനും നമ്മുടെ ചിന്തകളെ നിയന്ത്രിക്കാനും സഹായിക്കും. നന്മ ചെയ്യുന്നതും മറ്റുള്ളവരെ സഹായിക്കുന്നതും പോസിറ്റീവ് ചിന്തകൾ വളർത്താനും നമ്മുടെ ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരാനും സഹായിക്കും. മനസ്സാണ് വിധി എന്ന വാക്യം നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ശക്തമായ ഒരു സന്ദേശം നൽകുന്നു. നമ്മുടെ ചിന്തകളും വിശ്വാസങ്ങളും നമ്മുടെ വിധിയെ നിർണ്ണയിക്കുന്നു. നമ്മുടെ ചിന്തകളെ പോസിറ്റീവായി നിലനിർത്തിയാൽ നമ്മുടെ ജീവിതത്തെ നാം ആഗ്രഹിക്കുന്ന രീതിയിൽ രൂപപ്പെടുത്താൻ കഴിയും. നമ്മൾ പലപ്പോഴും നെഗറ്റീവ് ചിന്തകളുടെ ചെളിയിൽ അകപ്പെടുന്നു. നമുക്ക് വിജയിക്കില്ലെന്ന്, നമ്മുടെ സ്വപ്നങ്ങൾ അപ്രാപ്യമാണെന്ന്, നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങൾ നേടാൻ കഴിയില്ലെന്ന് നമ്മൾ സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ സ്വയം സംശയം നമ്മുടെ പുരോഗതിയെ തടയുകയും നമ്മുടെ സാധ്യതകളെ പരിമിതപ്പെടുത്തുകയും ചെയ്യുന്നു. എന്നാൽ ഈ നെഗറ്റീവ് ചിന്തകളെ തിരിച്ചുവിടാൻ കഴിയും. നമ്മുടെ മനസ്സിനെ പരിശീലിപ്പിക്കുകയും പോസിറ്റീവ് ചിന്തകൾ വളർത്തുകയും ചെയ്യുന്നതിലൂടെ നമ്മുടെ യാഥാർത്ഥ്യത്തെ മാറ്റിമറിക്കാൻ കഴിയും. നമ്മുടെ ചിന്തകളെ മാറ്റാൻ കഴിയുന്ന ചില കാര്യങ്ങൾ ഇനി പറയാം. നമ്മുടെ ചുറ്റുപാടിലുമുള്ള നല്ല കാര്യങ്ങൾ കാണാൻ ശ്രമിക്കുക. നമ്മുടെ ജീവിതത്തിലെ ചെറിയ സന്തോഷങ്ങളെ വിലമതിക്കുക. നന്മയ്ക്കായി നോക്കുമ്പോൾ നമ്മുടെ മനസ്സ് പോസിറ്റീവായി ചിന്തിക്കാൻ തുടങ്ങും. കൃതജ്ഞതയുടെ പുസ്തകം സൂക്ഷിക്കുക. എല്ലാ ദിവസവും നമ്മൾ കൃതജ്ഞരായിരിക്കുന്ന 3 കാര്യങ്ങൾ എഴുതുന്നത് നല്ല ശീലമാണ്. ഇത് നമ്മുടെ ജീവിതത്തിലെ നല്ല കാര്യങ്ങൾക്ക് ശ്രദ്ധ നൽകുകയും നമ്മുടെ മനസ്സിനെ പോസിറ്റീവായി ചിന്തിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. സ്വയം പ്രോത്സാഹിപ്പിക്കുക. നിങ്ങളുടെ ഏറ്റവും വലിയ ആരാധകൻ നിങ്ങൾ തന്നെയായിരിക്കണം. നിങ്ങളുടെ ശക്തികളെ തിരിച്ചറിയുകയും നിങ്ങളുടെ നേട്ടങ്ങളെ ആഘോഷിക്കുകയും ചെയ്യുക. സ്വയം വിമർശനത്തിൽ നിന്ന് ഒഴിവാക്കുകയും നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുക. പോസിറ്റീവ് ആളുകളോട് ചേർന്ന് നിൽക്കുക. നമുക്ക് ചുറ്റും നിൽക്കുന്ന ആളുകൾ നമ്മുടെ ചിന്തയെയും മനോഭാവത്തെയും ബാധിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവ് പിന്തുണ നൽകുന്ന ആളുകളെ ഉൾപ്പെടുത്തുക. അവരുടെ പോസിറ്റീവ് ചിന്ത നിങ്ങളെ ബാധിക്കും, നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പ്രചോദനം നൽകും. ക്ഷമയുടെ വൃക്ഷം വളർത്തുക. എല്ലാ കാര്യങ്ങളും ഉടനെ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നത് നിരാശയ്ക്കും അസ്വസ്ഥതയ്ക്കും കാരണമാകും. ക്ഷമയുടെ വൃക്ഷം നമ്മുടെ മനസ്സിൽ നട്ടുപിടിപ്പിക്കുക. ഓരോ ലക്ഷ്യത്തിലേക്കുമുള്ള യാത്രയിൽ വിശ്രമിക്കുകയും പഠിക്കുകയും ചെയ്യുക. ഓരോ ചുവടുവെപ്പും നമ്മെ ശക്തിപ്പെടുത്തുന്നു, നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് അടുപ്പിക്കുന്നു. വിഷ്വലീകരണ ശക്തി ഉപയോഗിക്കുക. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുന്നത് എങ്ങനെയാണെന്ന് വിഷ്വലീകരിക്കുക. നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്നത് കാണുക. ഈ ഉൾക്കാഴ്ചകൾ നിങ്ങളുടെ മനസ്സിനെ പോസിറ്റീവായി ചിന്തിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങളെ നയിക്കുകയും ചെയ്യും. പ്രഖ്യാപനങ്ങൾ. നമ്മുടെ ലക്ഷ്യങ്ങൾ നമ്മൾ ഉറക്കെ പറയുന്നു. നമ്മൾ വിജയിക്കുമെന്ന് നമ്മൾ പറയുന്നു. നമ്മൾ സന്തോഷവാനായിരിക്കുമെന്ന് നമ്മൾ പറയുന്നു. പ്രഖ്യാപനങ്ങൾ നമ്മുടെ അബോധ മനസ്സിനെ ബാധിക്കുകയും നമ്മുടെ ലക്ഷ്യങ്ങൾ നേടാൻ നമ്മുടെ പ്രവർത്തനങ്ങളെ നയിക്കുകയും ചെയ്യുന്നു. പ്രതികരണങ്ങളിൽ നിന്ന് വിശകലനങ്ങളിലേക്ക് മാറുക. നെഗറ്റീവ് സാഹചര്യങ്ങളോട് പ്രതികരിച്ച് ക്ഷുഭിതരാകുന്നതിനു പകരം ശാന്തമായി സാഹചര്യങ്ങളെ വിശകലനം ചെയ്തു പഠിക്കാൻ ശ്രമിക്കുക. എന്താണ് തെറ്റ് പറ്റിയത്? ഭാവിയിൽ ഈ സാഹചര്യം ഒഴിവാക്കാൻ എന്തു ചെയ്യാൻ കഴിയും? വിശകലനം നമ്മുടെ ചിന്തകളെ വളർത്തുകയും നമ്മുടെ പ്രശ്നപരിഹാര കഴിവുകൾ മെച്ചപ്പെടുത്തുകയും ചെയ്യും. ചെറിയ ചുവടുകൾ വയ്ക്കുക. വലിയ ലക്ഷ്യങ്ങൾ നമ്മെ ഭയപ്പെടുത്തിയേക്കാം, നമുക്ക് തളർച്ച തോന്നിയേക്കാം. അതിനാൽ വലിയ ലക്ഷ്യങ്ങളെ ചെറിയ, നേടാവുന്ന ഘട്ടങ്ങളായി വിഭജിക്കുക. ഓരോ ചെറിയ ചുവടുവെപ്പും ആഘോഷിക്കുക. ഈ ചെറിയ വിജയങ്ങൾ നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് നമ്മെ മുന്നോട്ട് നയിക്കുകയും ചെയ്യും. പ്രകൃതിയുടെ ഭംഗി ആസ്വദിക്കുക. പുറത്തേക്ക് പോയി പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കുക. ഒരു പുഴക്കരയിൽ ഇരിക്കുക, കാട്ടിൽ നടക്കുക, അല്ലെങ്കിൽ ആകാശത്തേക്ക് നോക്കുക. എന്നിങ്ങനെ പ്രകൃതിയുമായുള്ള ബന്ധം നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുകയും പുതിയ പ്രചോദനം നൽകുകയും ചെയ്യും. നിങ്ങളുടെ പാഷനുകൾ പിന്തുടരുക. നിങ്ങൾ ആസ്വദിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക. നിങ്ങളുടെ അഭിനിവേശങ്ങളെ പിന്തുടരുന്നത് നിങ്ങളുടെ ജീവിതത്തിന് അർത്ഥം നൽകുകയും നിങ്ങളുടെ മനസ്സിനെ സന്തോഷവും ഉല്ലാസവുമുള്ളതാക്കുകയും ചെയ്യും. നിങ്ങളുടെ പാഷനുകൾ നിങ്ങളെ പ്രചോദിപ്പിക്കുകയും നിങ്ങളുടെ മികച്ച ഭാഗത്തെ പുറത്തെടുക്കുകയും ചെയ്യും.
പ്രാർത്ഥനയുടെ ശക്തി കണ്ടെത്തുക. ഏത് മതവിശ്വാസത്തിലുമുള്ളവർക്കും പ്രാർത്ഥന പോസിറ്റിവിറ്റി വളർത്തുകയും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ശക്തമായ ഉപകരണമാണ്. നിങ്ങളുടെ പ്രാർത്ഥനകൾ ദൈവത്തിനോ പ്രപഞ്ചത്തിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലെ ശക്തിയിലോ ആകാം. നിങ്ങളുടെ ആശങ്കകളും സ്വപ്നങ്ങളും പങ്കുവയ്ക്കുക, എന്നിട്ട് വിശ്വസിക്കുക നല്ലത് സംഭവിക്കുമെന്ന്. മനസ്സാണ് വിധി. നിങ്ങളുടെ ചിന്തകളെ നിയന്ത്രിച്ചുകൊണ്ട് നിങ്ങളുടെ വിധിയെ നിയന്ത്രിക്കാൻ കഴിയും. പോസിറ്റീവ് ചിന്തകൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ വിജയത്തിന്റെ വിത്തുകൾ നടുക. ഇത് എളുപ്പമായിരിക്കില്ല, പക്ഷേ നിങ്ങൾ പ്രയത്നിച്ചാൽ മാറ്റം കാണാൻ കഴിയും. നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ എഴുത്തുകാരനാണ്. നമ്മുടെ മനസ്സ് ഈ കഥയുടെ നായകനാണ്. പോസിറ്റീവ് ചിന്തകളിലൂടെ ഈ കഥ തിരുത്തിയെഴുതാനും ഒരു മാസ്റ്റർപീസ് സൃഷ്ടിക്കാനും നമുക്ക് കഴിയും. ശ്രീ നാരായണ ഗുരുവിന്റെ മനസ്സാണ് വിധി എന്ന വാക്കുകൾ നമ്മുടെ ജീവിതത്തിന് ശക്തമായ ഒരു സന്ദേശം നൽകുന്നു. നമ്മുടെ ചിന്തകളും വിശ്വാസങ്ങളും നമ്മുടെ വിധിയെ നിർണ്ണയിക്കുന്നു. അതിനാൽ നമ്മുടെ മനസ്സിനെ ശ്രദ്ധിക്കേണ്ടത് പ്രധാനമാണ്. ശ്രദ്ധയോടെയും പരിശ്രമത്തോടെയും നമ്മുടെ ചിന്തകളെ പോസിറ്റീവായി നിലനിർത്താൻ പഠിക്കുകയും നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനും നമ്മുടെ ഭാവി തിളക്കമുള്ളതാക്കാനും നമുക്ക് കഴിയും. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരണമെങ്കിൽ പോസിറ്റീവ് ചിന്തകൾ മാത്രം പോരാ, നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്യണം. നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ നമ്മൾ കഠിനാധ്വാനം ചെയ്യണം. നമ്മുടെ ലക്ഷ്യങ്ങൾ നേടാൻ നമ്മൾ ദൃഢചിത്തരായിരിക്കണം. എന്നാൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ മനോഭാവവും പ്രധാനമാണ്. നെഗറ്റീവ് ചിന്തകളുമായി നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മുടെ ഫലങ്ങൾ തൃപ്തികരമായിരിക്കില്ല. നമ്മുടെ പരാജയങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും പരാജയപ്പെടും. അതിനാൽ നമ്മൾ പോസിറ്റീവ് മനോഭാവത്തോടെ പ്രവർത്തിക്കണം. നമ്മുടെ ലക്ഷ്യങ്ങൾ നേടാൻ കഴിയുമെന്ന് നമ്മൾ വിശ്വസിക്കണം. നമ്മുടെ പ്രയത്നങ്ങൾക്ക് ഫലമുണ്ടാകുമെന്ന് നമ്മൾ വിശ്വസിക്കണം. നമ്മുടെ ജീവിതം നമ്മുടെ കൈകളിലാണ്. നമ്മുടെ ചിന്തകളും പ്രവർത്തനങ്ങളും നമ്മുടെ വിധിയെ നിർണ്ണയിക്കുന്നു. നമ്മൾ പോസിറ്റീവായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ നമുക്ക് എന്തും നേടാൻ കഴിയും. നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ നമുക്ക് കഴിയും. നമുക്ക് സന്തോഷവും വിജയവും കണ്ടെത്താൻ കഴിയും. ഇന്നത്തെ ദിവസം പോസിറ്റീവ് ചിന്തകൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. ഈ പുതുവർഷത്തിൽ നല്ല ഒരു തുടക്കം ആശംസിക്കുന്നു.